ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറികൾക്ക് കൊടുക്കാൻ പറ്റിയ അതുപോലെ ഈ സമയത്ത് എന്നുവെച്ചാൽ മഴ കുറവുള്ള സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഇത് ചെയ്തു കൊടുക്കാം. അതേപോലെ തന്നെ മറ്റു വളങ്ങളൊന്നും ഇതിനോടൊപ്പം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെടികളുടെ എല്ലാ വളർച്ചാ ഘട്ടങ്ങളിലും നമുക്കിത് ഉപയോഗിക്കാം. ചെടികൾ പറിച്ച് നടുമ്പോൾ തൊട്ട് നമുക്കിത് വളരെ നേരത്തെ അളവിൽ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് 1 കിലോ കപ്പലണ്ടി പിണ്ണാക്കാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഇതേപോലെ ഒരു കഷ്ണം ശർക്കര, പിന്നെ വേണ്ടത് 1 കിലോ പച്ചച്ചാണകം. ഇത്രയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് പച്ചച്ചാണകം ഇല്ല, അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമേ ഉള്ളൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കത് ഈ പച്ചച്ചാണകത്തിന് പകരം ഉപയോഗിക്കാം. അല്ല, കോഴിവളമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു 20 ലിറ്റർ കൊള്ളുന്ന ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു കഷ്ണം ശർക്കര, പിന്നെ നമുക്ക് വേണ്ടത് 1 കിലോ പച്ചച്ചാണകം. ഇപ്പോൾ പച്ചച്ചാണകം കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അതിന് ശേഷം നമ്മളിത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 കിലോ എല്ലുപൊടിയും കൂടി ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലുപൊടിയും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതേപോലെ നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നതിലും നല്ലത് ഇതേപോലെ വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇതേപോലെ ഒരു സൈഡിലോട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് ഇതേപോലെ അടപ്പുള്ളൊരു ബക്കറ്റ് അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ചാക്ക് വെച്ച് കെട്ടിക്കൊടുത്താലും മതി. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വളമാണിത്. ഇത് കണ്ടോ, ഇതേപോലെ നല്ല കൊഴുത്ത രൂപത്തിലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് 1 കപ്പ് ഈ സ്ലറി എടുത്തതിന് ശേഷം നമ്മളൊരു 10 കപ്പ് വെള്ളത്തിലോട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. 10 കപ്പ് അല്ലെങ്കിൽ 9 കപ്പ് വെള്ളം ആയാലും മതി. അതിന് ശേഷം ഇതൊന്ന് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യുക. ഈ ഡൈല്യൂട്ട് ചെയ്യുന്ന വളം എന്ന് വെച്ചാൽ ഇതിൽ കൂടുതലായിട്ട് നമ്മളിതിന് ഉപയോഗിക്കരുത്. ഇത് ഓരോ കപ്പ് വെച്ച് നമ്മുടെ എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ഇപ്പോൾ ഈ സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഈ വളം ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 ദിവസം തൊട്ട് 7 ദിവസം വരെ നമ്മൾ ഉപയോഗിക്കാവൂ. അതിനുശേഷം നമ്മളിത് വെച്ചേക്കരുത്, ഭയങ്കര സ്മെല്ലായിരിക്കും. വെച്ചാൽ ആ 3 ദിവസത്തിനും 7 ദിവസത്തിനും ഇടയ്ക്ക് നമ്മളിത് ഉപയോഗിച്ച് തീർക്കണം. നമുക്ക് എന്തുമാത്രം പച്ചക്കറികളുണ്ടോ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഈ വളം ഉണ്ടാക്കി വെക്കേണ്ടത്. ഇത് സൂക്ഷിച്ച് വെക്കേണ്ട ഒന്നല്ല കേട്ടോ. വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി 3-ാം ദിവസം തൊട്ട് 7 ദിവസം വരെ നമ്മളിത് ഉപയോഗിച്ച് തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നനയും വളവും ഒരേ സമയത്ത് തീരും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമാണ് കേട്ടോ. നമ്മുടെ പച്ചക്കറികൾ നല്ല പച്ചപ്പോടെ വളർന്നു വരാനും പെട്ടെന്നുള്ള വളർച്ചയ്ക്കും ഈ വളം ഒത്തിരി സഹായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്